പ്രൈസ് ദി ലോർഡ്. 29-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായവും 19-ാം അധ്യായവും 29-ാം അധ്യായവും ഈ 3 അധ്യായങ്ങളും കൂടി നാം ഒന്ന് ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ മഹത്വം അതാണ് ഈ 3 അധ്യായങ്ങളിലും എടുത്ത് പറഞ്ഞിരിക്കുന്നത്. 8-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം മനുഷ്യവർഗത്തിന് മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടമണിയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. 19-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയ സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. 29-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഇവിടെ ദൈവമഹത്വം ആലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഭൂമിയിലുള്ള സർവ ചരാചരങ്ങളും ദൈവത്തിന് മഹത്വം കരയറ്റുമ്പോൾ പലപ്പോഴും ദൈവത്തിന് മഹത്വം കരയറ്റുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നന്ദി പറയുക എന്നത് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് എത്രയോ നന്മകൾ നാം ദൈവത്തിൽ നിന്ന് വാങ്ങി അനുഭവിച്ചിട്ടുള്ളവരാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരല്പസമയം ആ നന്മ അനുഭവിച്ചതിനായിട്ട് നാം ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് മഹത്വം കരയറ്റിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിനുള്ള സാധ്യതകൾ നാം കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അവൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ മുഴുവനുണ്ട്. സകല ചരാചരങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഭൂമിയിലുള്ള സർവ്വതിനെയും അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നാം ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. കാരണം നാം അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നുള്ള കാര്യം മറക്കണ്ട. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.